ആകും വിജയനേ എയറിൽ പറക്കും വിജയനേ കൊങ്ങികൾ ട്രോളം വിജയനേ അസ്തമിക്കാറാകും സൂര്യനേ പിണറായി വിജയൻ കമ്മികൾക്കധിപൻ പിണറായി വിജയൻ കമ്മികൾക്കധിപൻ അന്തം കമ്മികൾക്കധിപൻ പാട്ട് പാടാൻ പോടോ എനിക്ക് പാടിക്കോ ഇത് വേറെ പാട്ടല്ലേ ഇത് ഞങ്ങളുടെ പാട്ടല്ലേ ഇതിപ്പോ നിങ്ങൾ സ്വന്തം പാടിക്കോളൂ മറ്റേ അയ്യപ്പന്റെ പാട്ട് മാത്രം പാടല്ലേ കേട്ടോ ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം പാട്ട് പാടരുത് അത് ഞങ്ങൾ വിലക്കും പക്ഷേ സിനിമ വിലക്കാൻ നമ്മൾ അനുവദിക്കില്ല രണ്ടും മറ്റേ മുദ്ര ശ്രദ്ധിക്കണം നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം എന്തൊക്കെയാണോ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് IFFK സിനിമകൾക്ക് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയെന്ന് അത് ആവിഷ്കാര സ്വാതന്ത്ര്യം മേലുള്ള കടന്നുകയറ്റമല്ല അച്ഛനെ ചോദിക്കുന്നുണ്ട് കടന്നുകയറ്റമല്ലേ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം മതവികാരം വ്രണപ്പെടുത്തുന്നു എങ്ങനെ മതവികാരം അത് അവരുടെ പാട്ടെടുത്ത് ഇങ്ങനെ പാരഡി എഴുതി അവർക്ക് സങ്കടം വരും അയ്യോ നിങ്ങൾ പാരഡി ഒന്നും ഉണ്ടാക്കാത്ത കുറെ ആൾക്കാർ ഭക്തർക്കൊപ്പമാണ് എപ്പോഴും നിൽക്കുന്നത് കേട്ടോ മനവരെ ഞങ്ങൾ ഭക്തർക്കൊപ്പം നിങ്ങൾ കണ്ടല്ലോ എല്ലാ അയ്യപ്പന്റെ സാധനങ്ങൾ അടിച്ചോണ്ട് പോയി ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അമ്മാതിരി വിശ്വാസം സംരക്ഷിക്കുന്ന ആൾക്കാർ തിരഞ്ഞെടുപ്പിന് ഒരു ചട്ടം ലംഘനമുണ്ട് അല്ല ചട്ടമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചട്ടമില്ലേ അപ്പോൾ നയതന്ത്രപരവുമായിട്ട് വരുമ്പോഴും ഒരു ചട്ടമുണ്ട് അതുകൊണ്ടാണ് IFFKയിൽ ചില സിനിമകൾക്ക് എതിർപ്പ് വന്നത് പക്ഷെ നമ്മൾ അതിനെ എതിർത്തു നമ്മൾ അതിശക്തമായി എതിർത്തു അനുവദിക്കില്ല ഞാൻ പറഞ്ഞത് അതിനെ കുറിച്ച് ഫാസിസ്റ്റുകളായി നിങ്ങൾ അതിനെ കുറിച്ച് പറയരുത് സുഹൃത്തുക്കളെ IFFK വേദിയിൽ ചില നമുക്കറിയാലോ തിരുവനന്തപുരത്ത് രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവൽ നടന്നു അവിടെ ചില സിനിമകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി അതായത് ഈ പലസ്തീനിലെയും ഇസ്രയേലിലെയും ഒക്കെ ചില സിനിമകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി അപ്പൊ തുടങ്ങിയത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നേ ഇവിടെ ഇമാതിരി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ വന്നാൽ മലയാളികൾ അതിനെ നേരിടുക തന്നെ ചെയ്യും വലിയ എതിർപ്പുകൾ ഉണ്ടായി പ്രതിഷേധങ്ങൾ ഉണ്ടായി സിനിമകൾ പ്രദർശിപ്പിക്കേണ്ടി വന്നു അത് നമ്മുടെ വിജയം അതെ പക്ഷെ നിങ്ങൾ എന്തിനാണ് അതിനകത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനോടൊക്കെ മുട്ടാൻ ചെല്ലുന്നത് പിന്നെ രണ്ടുപേര് പാട്ട് കേട്ടപ്പോ മുട്ട് പറിച്ചവരാ ഞങ്ങൾക്ക് ആ പാട്ട് ഒരുത്തനും പാടിയേക്കരുതെന്ന് പറഞ്ഞ ആൾക്കാർ ആവിഷ്കാര ഞങ്ങൾക്ക് പാട്ട് കേട്ട് മുട്ട് ഉറച്ചൊന്നുമില്ല IFFK ഇവിടെ തന്നെ കാണും തദ്ദേശത്തിൽ വീണതെങ്ങനാ അത് പിന്നെ പാട്ട് ഒരു പ്രശ്നമായിരുന്നില്ലേ ആര് പറഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പാട്ട് വൈറലായത് അതറിയാമോ പാട്ട് ഇവിടെ വൈറലായില്ല സുഹൃത്തുക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പാട്ട് എഴുതിയവനെ തന്തയ്ക്ക് വിളിക്കുന്നു പാട്ട് പാടിയവനെ തന്തയ്ക്ക് വിളിക്കുന്നു മ്യൂസിക് ഇട്ടവനെ തന്തയ്ക്ക് വിളിക്കുന്നു എന്നിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം പാട്ട് എഴുതിയതും പാട്ട് പാടിയതല്ലേ കോൺഗ്രസ്സുകാർ പിന്നെ ഞങ്ങള് കോൺഗ്രസ്സുകാർക്ക് പാട്ട് എഴുതാനും പാട്ട് പാടാനും അധികാരമില്ല ഞങ്ങൾ പാട്ട് എഴുതി പാട്ട് പാട് ഞങ്ങൾ എഴുതി പാടിയല്ലോ എന്നിട്ട് എന്താ പാടാൻ നമ്മൾ കേട്ടില്ല പെറ്റതല്ലേ മക്കളെന്ന് പാടി ഞങ്ങൾ പാടി പെറ്റതിന്റെ കണക്ക് മാത്രമേ അറിയുള്ളൂ അത് മാത്രമേ അറിയുള്ളൂ തൽപര കക്ഷികൾ അതിൽ അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തിൽ കൈകടത്തുന്നതെന്ന് പറഞ്ഞൊരു ഒറ്റ കരച്ചിലായിരുന്നു മുഖ്യമന്ത്രി ഇത് കേന്ദ്രത്തിന്റെ കടന്നുകയറ്റം എന്നിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചത്തോട്ട് കടന്നു കയറുന്നതോ ഒരു പാട്ട് ഒരു പാട്ട് കേട്ടെന്നും പറഞ്ഞുകൊണ്ട് ഹാലിളകി AKG സെന്റർ ഞങ്ങൾക്ക് ഹാലിളകി നിങ്ങളുടെ നേതാക്കന്മാര് നിന്നും ഇരുന്നും കിടന്നും ഒക്കെ മെഴുകിയത് എന്തിനായിരുന്നു ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ് അവരുടെ വികാരം വ്രണപ്പെട്ടില്ല ഇല്ല എന്നിട്ട് എന്താ കോടതിയിലോട്ട് പോവാഞ്ഞത് അത് പിന്നെ കോടതി ഓട്ടിക്കും അത് പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞങ്ങൾ അനുവദിക്കുന്നുണ്ട് നിങ്ങൾ അനുവദിക്കുന്ന എന്തിനാ ഞങ്ങളുടെ അവകാശം അത് നിങ്ങൾ അനുവദിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണല്ലോ ഞങ്ങൾ നിങ്ങളുടെ ദാസരാണല്ലോ ഞങ്ങൾ നിങ്ങളുടെ ദാസൻ നിങ്ങളാണ് ഞങ്ങളുടെ ദാസനാണോ വിജയനാണോ ഏതെങ്കിലും ഒന്ന് പറ ഞങ്ങൾ ദാസനാണ് നിയമസഭയിൽ എത്തുമ്പോൾ ഞാൻ ദാസനാണ് മറ്റേ പുറത്തോട്ടിറങ്ങുമ്പോൾ ഞാൻ വിജയൻ ഞങ്ങൾ വിജയൻ എന്ന് പറയണ കേട്ടല്ലോ ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മതി മുഖ്യമന്ത്രി എന്നാണോ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പേര് അതെ മുഖ്യമന്ത്രി പിണറായി എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് അതാണ് നിങ്ങൾ ഉമ്മൻചാണ്ടി എന്നല്ലേ വിളിക്കുന്നത് ചെന്നിത്തല എന്നല്ലേ വിളിക്കുന്നത് അതെ അതെ രമേശ് ചെന്നിത്തലയെ നിങ്ങൾ രമേശ് ചെന്നിത്തല എന്നല്ലേ വിളിക്കുന്നത് VD സതീശനെ നിങ്ങൾ VD സതീശൻ എന്നല്ലേ വിളിക്കുന്നത് K മുരളീധരൻ എന്ന് തന്നെയല്ലേ നിങ്ങൾ വിളിക്കുന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രി വിജയാന്ന് വിളിക്കണ്ട എടാ വിജയാന്ന് വിളിച്ച ആളാണ് എടോ വിജയെന്ന് വിളിച്ച ഒരാളാണ് ഇപ്പൊ ഏതോ പുറത്തിറങ്ങാൻ പറ്റില്ല കേസിൽ വീണതാരാണ് അത് പിന്നെ വീണതാരാണ് ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം രാഷ്ട്രീയത്തില് കേട്ടോ അതെ മുതിർന്നവർ
മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം. പരനാറി, നികൃഷ്ടജീവി, കുലംകുത്തി എന്നൊക്കെയാണ് ഇവരുടെ മുഖ്യമന്ത്രി. അത് ഞങ്ങൾ മൂത്തവർക്ക് എന്തും പറയാം. ഏഴ് കുട്ടികൾ ഇപ്പൊ ഇന്നലെ രാഷ്ട്രീയത്തിൽ കയറി വന്ന ഒരു ഇത്തിരി പോകുന്ന ചെക്കനാണെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി കയറി എടോ എന്നൊക്കെ വിളിച്ചാൽ ഞങ്ങൾ സഹിക്കോ? അതിനുള്ള ഗുരുത്വം ഇല്ലായ്മയ്ക്കുള്ളത് കിട്ടി. എന്ത് കിട്ടി? നിങ്ങൾക്കല്ലേ കിട്ടിയത്? ഞങ്ങൾക്ക് എന്തോന്ന് കിട്ടി? ആൾക്കിപ്പോ വെളിയിൽ പാലക്കാട് വെലസി നടക്കുന്നത് കണ്ടില്ലേ? പോലീസ് വട്ടത്തിൽ വളഞ്ഞിരിക്കണേ ഉള്ളൂ. എന്തിന്? അടൂര് വെലസി നടക്കുന്നത് കണ്ടില്ലേ? വീണതാരാ പ്രദേശത്തിൽ? ഇവര് കണ്ട ഗർഭക്കഥയ്ക്ക് പിന്നാലെ പോയേന. മര്യാദക്ക് അതിന്റെ അന്വേഷണം ആ വഴിക്ക് പൊക്കോട്ടെ എന്നങ്ങ് പറഞ്ഞിരുന്നായിരുന്നെങ്കിൽ ഈ തദ്ദേശത്ത് ഇമാതിരി അടി കിട്ടുമായിരുന്നു. ഉടനെ അപ്പൊ കണ്ടവന്റെ ഗർഭം ചുമക്കാൻ പോയേക്കുന്നത്. അത് പിന്നെ ഗുരുത്തം വേണം, ഗുരുത്തം വേണം. അതെ അതെ, അല്ലാത്ത ഗുരുത്വമാണ് നിങ്ങളുടെ നേതാക്കന്മാർക്കുള്ളത്. അപ്പൊ പിന്നെ വിജയ എന്നുള്ളത് ആ മനുഷ്യന്റെ പേരാണ്. അതെ, വിജയാന്ന് വിളിച്ച റെസ്പെക്ട് വേണം. റെസ്പെക്ട് ഇത്രയും കുനിയാ മതി? കുറച്ചുകൂടി കുനിയണം. അല്ലല്ല, നിങ്ങളുടെ അത്രയും കുനിയാൻ നമുക്ക് അറിയില്ല കേട്ടോ. അല്ല പിന്നെ കേട്ടോ, ഒരു റെസ്പെക്ട് ഇല്ല. അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് വേണ്ടേ, പരസ്പര ബഹുമാനം വേണ്ടേ. ഇന്നലെ വന്ന മീശ മുളയ്ക്കാത്ത ചെറുപ്പക്കാർ വന്നിട്ട് VS-നെ ചവിട്ടി താഴ്ത്തിയ ആ ഒരു ഗുരുത്വമൊക്കെ നിങ്ങൾ കാണിക്കണം കേട്ടോ മാനവരെ. അമ്മാതിരി ഗുരുത്വമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങ് പാലക്കാട് ഒരാൾ ഇപ്പോഴായിട്ട് BJP പൊട്ടിമുളച്ചതേ ഉള്ളൂ. ചുമ്മാ ഞങ്ങളെ ആർഷചേട്ടനെ പിടിച്ച് തള്ളിയിരിക്കുന്നു. ആർഷചേട്ടനങ്ങ് മൂത്തതാണോ? ആ ചേട്ടൻ മൂത്തതാണ്. ഒരു രാഷ്ട്രീയ റെസ്പെക്ട് വേണം. അതൊരു വരമ്പുകളുണ്ട് രാഷ്ട്രീയത്തിന്. ഒരു നിങ്ങളുടെ ഈ ആർഷോ ചേട്ടൻ ആരിഫ് മുഹമ്മദ് ഗവർണർ ആയിരുന്നപ്പോ എന്തൊക്കെയായിരുന്നു ആ മനുഷ്യനെ വിളിച്ചത്? എന്തോ ഓർമ്മയില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമില്ല. വീണ്ടായിരിക്കാശനെ ഇവര് മുണ്ട് പൊക്കി നാട്ടുകാരെ കാണിക്കും, വേറെ ആരും കാണിക്കരുത്. മനസ്സിലായില്ലേ? ഓർമ്മയില്ല. അതൊക്കെ എന്ത് പറഞ്ഞേ? ഓർമ്മയില്ല, മറന്നുപോയി. ആ മനുഷ്യന്റെ കുടുംബത്തിലുള്ളവരെ മുഴുവൻ ചീത്ത വിളിച്ചവനാണ് ഈ പറയുന്ന ആർഷം. ഹിന്ദിക്കാരി, ആ ഗുണ്ട. കുടുംബക്കാര് ഹിന്ദിക്കാരല്ലേ? ഹിന്ദിക്കാർ അവർ മനുഷ്യരല്ലേ? സിനിമകൾക്ക് മേലുള്ള ആവിഷ്കാരം. അതവിടെ നിൽക്കട്ടെ, ഇതിലേക്ക് വരും. അപ്പൊ ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ പേരാണ് വിജയൻ എന്നുള്ളത്. അതല്ലേ വിളിക്കുന്നത്. അത് വിളിക്കാൻ പാടില്ലേ? വേണ്ട, റെസ്പെക്ടോടെ മുഖ്യമന്ത്രി എന്ന് പറയാം. അല്ലെങ്കിൽ പിണറായി. അയ്യോ, 5 വർഷം കഴിയുമ്പോ അല്ല ഈ കുറെ മാസങ്ങൾ കഴിയുമ്പോ ആ പദത്തിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് വീണ്ടും നമ്മൾ വരും. ഞങ്ങൾ തന്നെ വരും അടുത്ത്. എല്ലാ കാലത്തും ഇങ്ങനെ മുഖ്യമന്ത്രി നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് അദ്ദേഹത്തിന്റെ പേരാണ് വിജയൻ. മുൻ മുഖ്യമന്ത്രി എന്ന് പറയണം. എനിക്കതല്ല സുഹൃത്തുക്കളെ. വിജയ എന്ന് വിളിച്ച പ്രശ്നം, മിസ്റ്റർ CM എന്ന് വിളിച്ചാൽ കുഴപ്പം. മിസ്റ്റർ CM എന്ന് നിങ്ങൾ കളിയാക്കി വിളിക്കുന്നത്, നിങ്ങൾ ആ വിളിയുടെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എടോ അതൊരു മര്യാദയോടെ മിസ്റ്റർ CM. അറിയാമോ? നിങ്ങൾക്ക് തെറിവിളി മാത്രം കേട്ട് ശീലം ഉള്ളതുകൊണ്ടാണ് നല്ല വിളി കേൾക്കുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവാ. അയ്യോ, അത് അങ്ങനെയില്ല. അവര് തെറി വിളിച്ച് മാത്രമേ അവരുടെ നാക്കിന് പരിചയമുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി. നാട്ടുകാർ അതിനേക്കാൾ വലുതൊക്കെയാ വിളിക്കുന്നത്. നാട്ടുകാർ വിളിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ലല്ലോ. അയ്യോ, കേൾക്കുന്നും കാണുന്നുമുണ്ടല്ലോ. ഞങ്ങൾക്ക് സങ്കടം ഒന്നും ഇല്ല, ദുഃഖമൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ശബരിമലയിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? പത്മകുമാറിനെ മാറ്റുമോ? ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ മാറ്റൂന്ന്. അല്ല, ഇന്നലെ നിങ്ങൾ ഇരുത്തി ചിന്തിക്കുമെന്നേ പറഞ്ഞു. ഇരുത്തി കഴിഞ്ഞില്ലേ? കുറച്ചു നേരം നിങ്ങൾക്ക് കിടന്ന് ചിന്തിക്കണം, എന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം കേട്ടോ. പത്മകുമാറിനെ മാറ്റം ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളുടെ പാർട്ടിയിലെ തീരുമാനം ഞങ്ങൾ എടുത്തോളാം. ആരും ശുഷ്കാന്തി കാണിക്കണ്ട. കോൺഗ്രസിനെ പോലെ എടുത്തു ചാടി ഞങ്ങളൊന്നും ചെയ്യില്ല. അതെ, നല്ലൊരു കള്ളനാണെന്നും കൂടെ തെളിഞ്ഞിട്ടേ ഞങ്ങൾ മാറ്റത്തുള്ളൂ. നല്ലൊരു ചെറുപ്പക്കാരനെ എന്തിനാന്ന് പിഴുതെടുത്ത് കളഞ്ഞത്. നിങ്ങളിപ്പോ രാഹുൽ മങ്കൂട്ടത്തിന്റെ ആൾക്കാരാണ്. അങ്ങനെയല്ല, എന്നാലും അവർക്ക് അവരെടുത്ത് ചാടിയാണ് ചെയ്തതെന്ന് പലരും പറയുന്നുണ്ട്. അതെ, നിങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് തദ്ദേശത്തിൽ അതിന് ഞങ്ങൾക്ക് നല്ലത് കിട്ടിയല്ലോ. പത്തനംതിട്ടയിലുള്ള എല്ലാ സഖാക്കന്മാരും പറയാണ് പത്മകുമാറിനെ ചുമക്കേണ്ടതില്ലായിരുന്നു എന്ന്. അതാ ഞങ്ങൾ പറഞ്ഞത്. ചുമക്കാൻ പോയത് അത് പിന്നെ കുറ്റാരോപിതനല്ലേ. കുറ്റാരോപിതന പിന്നെ അകത്തെടുക്കുന്ന ആളെ പുറത്തിറക്കാൻ എങ്ങനെ പറ്റും? ഇത് ഇതുവരെ വീട്ടിൽ അകത്ത് കിടക്കുമല്ലേ, ഞങ്ങൾ എങ്ങനെ പുറത്താക്കുമെന്ന്. ഇതിപ്പോ നിങ്ങൾക്ക് അകത്തും കിടക്കാൻ വയ്യ പുറത്തും കിടക്കാൻ വയ്യാത്ത അവസ്ഥയാണല്ലോ നാട്ടുകാര്. നിങ്ങൾ പറയാനായിട്ട് തോന്നുന്നു ഞങ്ങൾ അങ്ങ് തദ്ദേശത്തിൽ മൊത്തം അങ്ങ് പൊട്ടിന്ന് പറയണില്ലേ? വീണില്ല. ഇതൊന്നും ഒരു വലിയ ആഘാതം നമ്മൾ ഓർമ്മിപ്പിക്കണോ? ഇതൊന്നും വലിയൊരു തോൽവിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങള് നോക്കിക്കോ കരയാതെ പോട്ടെ. നിയമസഭയിലെ 140 നിയമസഭയിൽ അവിടെ ഉണ്ടല്ലോ 140 130 ഞങ്ങൾ പിടിച്ചില്ല. അല്ല എന്നല്ലേ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു? 130 വേണ്ട, 139. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി 130 എന്നാ പറഞ്ഞേ. എന്നാ പിന്നെ 130 കോൺഗ്രസിന് കൊടുക്കും.
കോൺഗ്രസിന് കൊടുക്കാം, വേണമെങ്കിൽ ഞങ്ങൾ കൊടുക്കാം. ബാക്കി ആ ചോപ്പ് ഇങ്ങനെ പടർന്ന് കിടക്കും. നിയമസഭയിൽ എതിരാളികൾ വേണമല്ലോ, അതെ അതെ, അതുകൊണ്ട് 10 അവർക്ക് കൊടുക്കും. ആരെങ്കിലും വേണ്ടേ അടി കൂടാൻ? അതെ അതെ അതെ. ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോ എതിർക്കാൻ ആരെങ്കിലും വേണ്ടേ? അതിന് വേണ്ടിട്ട് വേണമെങ്കിൽ 10 കൊടുക്കാം. ഞങ്ങൾ തന്നെ വീണ്ടും വരും. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പൊ ഉണ്ടായ വീഴ്ച കഴിവേറിയവരാണ് ഇവരെന്നാണ് ഇവർ വീണ്ടും പറയുന്നത്. കഴിവേറിയത് നിങ്ങൾ തന്നെ പോ, നിങ്ങളല്ലേ എപ്പോഴും പറയും നിങ്ങൾക്ക് കഴിവുണ്ടോ? ഞങ്ങൾക്ക് കഴിവുള്ളവർ, കഴിവേറിയവർ, അത് മതി കേട്ടോ. മനസ്സിലാവില്ലെന്നാണ് വിചാരം. കേട്ടോ കേട്ടോ, മിസ്റ്റർ CM നാക്കി പറച്ചില്ലേ, കഴിവേറിയവരെ നാക്കി പറച്ചില്ലേ, മനസ്സിലാവില്ലെന്ന് വിചാരം. എടോ, കഴിവേറിയവർ എന്ന് പറയുമ്പോൾ കഴിവുള്ള ആൾക്കാർ, അതെന്തോ കുത്തി ആൾക്കാർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുത്തി പറയുന്നു. നിങ്ങൾക്ക് അങ്ങനെ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കുത്തിപ്പച്ചലായിട്ട് കഴിവുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? കഴിവേറിയെന്ന് നിങ്ങൾ തന്നെയല്ലേ മുൻപ് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കഴിവേറിയ ആൾക്കാരാണെന്ന്. അത് പിന്നെ താങ്കൾ തന്നെയാണ് പറഞ്ഞത്. ഞാൻ പ്രസ്താവന തിരിച്ചെടുത്തു. അതെ, നിങ്ങൾ പറയും തിരിച്ചെടുക്കും, അതാണല്ലോ. പിന്നെ ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും തടയില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും പാടാം. കൊച്ചു പിള്ളേർ വരെ പാടി തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടായിരുന്നോ മാനവരെ? അത് പൊക്കിക്കൊണ്ട് വരണമെന്നില്ല, അത് മാനവരെ അത് നിങ്ങൾ കാണണം. ക്ലോസ്ഡ് ചാപ്റ്റർ. അല്ല, ഹൈക്കോടതി കഴിഞ്ഞ ദിവസം എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? തൽക്കാലത്തേക്ക് ഞങ്ങൾ നടപടി എടുക്കുന്നില്ല. അയ്യോ അല്ല, കോടതി പറഞ്ഞത് പറ. ഹൈക്കോടതി പറഞ്ഞത്, കോടതി എന്തോ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, ഹൈക്കോടതി ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. എന്ത് പറഞ്ഞു? എന്തുകൊണ്ട് ശങ്കർദാസിനെയും വിജയകുമാറിനെയും കസ്റ്റഡിയിൽ എടുക്കുന്നില്ല? അത് കോടതി ഇന്നലെ ചോദിച്ച് മറുപടിയും കൊടുത്തില്ല. എന്താണ് നിങ്ങളുടെ നിലപാട്? അത് ഞങ്ങൾക്ക് തദ്ദേശം വന്നപ്പോഴേക്കും ഞങ്ങളൊന്ന് എഴഞ്ഞു പോയി. അതിന് ഇനി പറയാൻ ഒന്നുമില്ല. എന്തൊക്കെ പറഞ്ഞു, ഞങ്ങൾ മെല്ലെ പോകുന്നു, ഞങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന്, ഞങ്ങൾ ചിലരിലേക്ക് എത്തുന്നില്ല എന്ന്. ചിലരിലേക്ക് എത്തുന്നില്ല, അതുകൊണ്ടാണല്ലോ കോടതി ചോദിച്ചത്. അതെ, ഞങ്ങൾ ആ 2 പേരിലേക്ക് ഉടൻ എത്തും. അത് കഴിഞ്ഞടുത്ത് വേറെ 2 പേരിലേക്ക് പോകും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? മാനവരെ, ഞങ്ങൾ പരമാവധി കടകംപള്ളി എടുത്ത് പോക്കറ്റിൽ വെക്കുമെന്ന്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ പോകണം അല്ലേ? ദൈവതുല്യരായിട്ടുള്ള ആൾക്കാരെ വെളിയിൽ കൊണ്ടുവരണം. അതെ അതെ അതെ, നിങ്ങൾക്കല്ലേ ഇന്ദ്രനും ചന്ദ്രനും കർണനും ഒക്കെ ഉള്ളത്. കോടതി ഞങ്ങൾ ഇനി പറയാവുന്നില്ല. എന്തൊക്കെ പറഞ്ഞു? കോടതിയുടെ വായിൽ കയറി ഇറങ്ങാനാണല്ലോ നിങ്ങളുടെ വിധി. അതാ ഏറ്റവും വലിയ തിരിച്ചടി. ഇവിടെ മറ്റേ കോടതി തന്നെയാണ് എല്ലാം വെട്ടി തുറന്നങ്ങ് പറയുന്നത്. ജനങ്ങളുടെ മുന്നിലേക്ക് എല്ലാം അങ്ങ് വെട്ടി തുറന്ന് പറയുകയാണ്. കൊള്ളയുടെ എല്ലാ വശങ്ങളും കോടതി തന്നെ വിളിച്ചങ്ങ് പറയുക. കോടതിയുടെ മുന്നിൽ വരുമ്പോൾ ഞങ്ങള് ബ്ലിങ്ങസ് ആയിപ്പോ. അതെ, അപ്പൊ ഞങ്ങൾ അണ്ണാക്കിലെ പിരിവിട്ടു. എന്ത് ചെയ്യാനൊക്കും? നന്നായി കത്തി കയറി വരുമ്പോൾ റൺഔട്ട് ആയാൽ എങ്ങനെ ഉണ്ടാകും? അത് പാർട്ടി ക്ലാസ്സിൽ പറയുമ്പോൾ നല്ല കയ്യടി കിട്ടുന്ന അല്ലേടോ. ആലോചിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് തിരക്കായിരുന്നു. അപ്പോൾ ഒന്ന് അന്വേഷണം ഒന്ന് ഡൗൺ ആയി പോയി. അതിന് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയാം. അതിന് SIT മറ്റേ അന്വേഷണം നടത്തുന്നതിന് നിങ്ങളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോയിട്ട് എന്താ ബന്ധം? അതൊന്നും ഇല്ല. പത്മകുമാർ വന്നപ്പോ അങ്ങനെ എന്തോ ഡിലേ നമുക്ക് മനസ്സിലായി. അതാ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം 2 പേരും അറസ്റ്റ് ചെയ്തല്ലോ. അയ്യോ, ഭണ്ഡാരിയും മറ്റേ ഗോവർദ്ധനനും ബംഗളൂരുവിലേക്ക് അന്വേഷണം പോകുന്നു. ബംഗളൂരിലാര്? അതെ, അതാ അന്വേഷിക്കുന്നത്. ബംഗളൂരു വഴി എന്താണ് നടന്നത്? ബംഗളൂരിൽ കർണാടകയിലല്ലേ നിങ്ങളുടെ ചില കമ്പനികൾ, പെൻഷൻ കാശും കൊണ്ട് തുടങ്ങിയ ചില കമ്പനികൾ. അത് പിന്നെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഞങ്ങളുടെ മടി കനമില്ലാത്തടത്തോളം കാലം ഞങ്ങൾക്ക് ഒന്നിനും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നിട്ട് മറ്റേ ഗോവിന്ദന്റെ കരച്ചില് തീരുന്നില്ല. എന്ത് കരച്ചില്? ഞങ്ങൾ ഇനി എങ്ങനെ നിയമസഭയിൽ ഞങ്ങൾക്ക് ജയിക്കാമെന്നാണ് ഞങ്ങളുടെ ചിന്ത. വേറെ ഒന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. എങ്ങനെ വിളിച്ചോ, അതാ നല്ലത്. ശരണം. അയ്യോ, ഞങ്ങൾക്ക് ദൈവം ഇല്ലല്ലോ. ഞങ്ങൾക്ക് അമ്പലമില്ല, ഞങ്ങൾക്ക് ദൈവമില്ല, ഞങ്ങൾക്ക് വിശ്വാസം. ഞങ്ങളെല്ലാം അടിച്ചു മാറ്റി. ഞങ്ങൾ വിശ്വാസികളെ ഞങ്ങൾ ദൈവത്തിന്റെ അടിച്ചു മാറ്റി നക്കും. എന്തുവാ നക്കണേ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്ന് പറഞ്ഞു. പെറുക്കികളുമായി നിങ്ങളെ കുറിച്ച് അതേ ഞാൻ പറയും. നിങ്ങൾ എന്നെ നക്കലും പെറുക്കികളും ഇവിടെ മുന്നേ ആരോ നക്കലും പെറുക്കി ഞങ്ങൾക്ക് നിങ്ങൾ എന്നെ തൊട്ടികളും തോൽവികളും. ഞങ്ങൾ 10 വർഷം ഇവിടെ നിന്ന് അധികാരത്തിൽ. ഇനി ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഒരു പ്രശ്നമില്ല. ഞങ്ങൾ 10 വർഷം നല്ല രീതിയിൽ ഇറങ്ങി പോകുന്നത്. 10 വർഷം കൊണ്ട് ഞങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ടെന്നില്ല, ഞങ്ങൾ നന്നായിട്ട് ഭരിച്ചിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾ ചോദിച്ചു നോക്ക്. ഇവിടെ രാഷ്ട്രീയക്കാരോടല്ല, രാഷ്ട്രീയമുള്ള ആൾക്കാരോടല്ല, സാധാരണ ജനങ്ങളോട് പോയി ചോദിച്ചു. ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്. അരാഷ്ട്രീയരാണെന്ന് ഒരു കൂട്ടർ പറയുന്നെങ്കിലും അവരും രാഷ്ട്രീയത്തിന്റെ ഭാഗമാകും. ഞങ്ങൾ വീട് വെച്ചു കൊടുത്തു. വൈദ്യുതി കട്ടില്ലാത്ത 10 വർഷം ഞാൻ പറഞ്ഞു, വൈദ്യുതി കട്ടില്ലാത്ത 10 വർഷം നിങ്ങൾ തന്നതിന് ഞങ്ങളെ അമ്മാതിരി ഷോക്ക് അടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് സമ്മതിച്ചു തരൂല. ഞങ്ങളുടെ വികസനം ഇവിടെ ആരും അംഗീകരിച്ചു തരണില്ല.
ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളുടെ വികസനത്തിൽ നല്ല താല്പര്യമാണുള്ളത് കേട്ടോ. ഈ സർക്കാർ ഉള്ളത് കൊണ്ടാണ്. പിണറായി സർക്കാരിന്റെ 10 കൊല്ലം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അത് കോൺഗ്രസ് ഇരുന്ന് ഒരു കാലത്ത് നടക്കാത്ത തരത്തിലുള്ള പല വികസനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ ഇപ്പോഴും പറയുന്നത് എന്താണ്? ഞങ്ങളാണ് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത്, മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നാൽ മാത്രം പോരാ, അത് ഏറ്റവും ഭംഗിയായി നടത്തിക്കണം. അത് ഈ 10 വർഷം കൊണ്ട് പിണറായി സർക്കാരിന്റെ കാലത്ത് അതിഗംഭീരമായി നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയപാതകളുടെ കാര്യം, വീട് പാവപ്പെട്ടവർക്ക് 4,60,000 വീട് നിസ്സാര വിഷയമല്ല. ആ ഒരു വീട് വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴും മറ്റേ രാഹുൽ ഗാന്ധി പറഞ്ഞ 100 വീടും കോൺഗ്രസ്സുകാരുടെയും UDF-കാരുടെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരുടെയും ഒന്നും വീടുകൾ നമ്മൾ എവിടെയും കാണുന്നില്ല. അതിലൊക്കെ ഞാൻ ഈ സർക്കാരിനൊപ്പമാണ്. വികസനത്തിന്റെ കാര്യത്തിൽ ഞാൻ ഈ സർക്കാരിനൊപ്പമാണ്. അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് ഇവിടെ ആരുടെയും ധാർഷ്ട്യം കാണേണ്ട ആവശ്യമില്ല. ധാർഷ്ട്യം പിന്നെ ഓരോരുത്തരുടെ സ്വഭാവം പോലെ നിങ്ങളുടെ സ്വഭാവം സഹിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ജനങ്ങളോട് മുഖ്യമന്ത്രി കാണിച്ചോ? കാണിക്കുന്നില്ലേ? കാണിക്കുന്നോണ്ടാണല്ലോ നാട്ടുകാർ ഇപ്പൊ തിരിഞ്ഞത് കാണിച്ചത്. നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ ഒന്ന് ക്ഷമിച്ചേക്കുന്ന പ്രായമായ മനുഷ്യനല്ലേ? എന്തോ ഇത് നമ്മൾ പരിചയച്ചോടോ. ശരി, എന്നാ പൊക്കോ, പോയിട്ട് എന്തെടുക്കാൻ. അപ്പൊ അടുത്ത ക്യാപ്സൂൾ ഉണ്ടാക്ക്. ഒലിക്കട മൂട്.